പൂരപ്രേമികളെ ആവേശത്തിലാക്കി കൊല്ലം പൂരം അരങ്ങേറി. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും കൊല്ലം പൂരം നടക്കുന്നത്. ഇത്തവണയും പൂരത്തിന് വെടിക്കെട്ടിന് അനുമതി നൽകാത്തത് പൂരപ്രേമികളെ നിരാശയിലാക്കി. വൈകിട്ട് മന്ത്രി VN വാസവൻ പൂരത്തിന് ഭദ്രദീപം കൊളുത്തി. സംസാരിക്കുകയും ചെയ്യുകയും പാറമേക്കാവ് ദിവസവും തിരുവമ്പാടി ദിവസവും മുൻകൈയിട്ട് മുന്നോട്ട് വന്ന് ഞങ്ങൾ തൃശ്ശൂർ കൂടിയ മീറ്റിംഗിൽ തന്നെ തീരുമാനമെടുത്തിയിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ആക്സസ് ചെയ്യാൻ വളരെ കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിലും പള്ളികളിലും വെടിക്കെട്ട് നടന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന കാര്യം കൂടി പിന്നീട് സൂചിപ്പിക്കുകയാണ്. അപ്പൊ കാര്യങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ സുരക്ഷാ പ്രകടനം തീർത്തുകൊണ്ട് നടത്തുന്ന കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടു ചെയ്തു പോകാൻ കഴിയും എന്ന വ്യവസ്ഥയിൽ കോടതിയുടെ ഇടപെടൽ സ്വീകരിക്കാവുന്നതായി എന്നതാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. മന്ത്രി J. ചിഞ്ചുറാണി, NK പ്രേമചന്ദ്രൻ MP, MLA-മാരായ M. നൌഷാദ്, M. മുകേഷ്, മേയർ ഹണി ബെഞ്ചമിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആശ്രാമം മൈതാനിയിൽ കുടമാറ്റം നടന്നു. താമരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രവും പുതിയകാവ് ഭഗവതി ക്ഷേത്രവുമാണ് കുടമാറ്റത്തിൽ പങ്കെടുത്തത്. താമരക്കുളം ഗണപതി ക്ഷേത്രത്തിന്റെ തിടമ്പേറ്റിയ ആമ്പാടി ബാലന്റെയും പുതിയകാവ് ക്ഷേത്രത്തിന്റെ തിടമ്പേറ്റിയ പുത്തൻകുളം അർജുനന്റെയും നേതൃത്വത്തിൽ 11 ഗജവീരന്മാർ വീതം മൈതാനത്തിന്റെ ഇരുവശങ്ങളിലായി മുഖാമുഖം അണിനിരന്നു. തുടർന്ന് മണ്ണിൽ കാഴ്ചയുടെ വസന്തമൊരുക്കി കുടമാറ്റം നടന്നു. കുടമടക്കി ഇരു ക്ഷേത്രത്തിലെയും തിടമ്പേറ്റിയ ആനകൾ ചിന്നക്കടയിലെത്തി ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ആയിരക്കണക്കിന് പൂരപ്രേമികളാണ് കുടമാറ്റം കാണുവാനായി ആശ്രാമം മൈതാനിയിൽ എത്തിച്ചേർന്നത്. പൂരത്തോടനുബന്ധിച്ച് ആകാശത്ത് വർണ്ണവിസ്മയമൊരുക്കുന്ന വെടിക്കെട്ടിന് ഇത്തവണയും അനുമതി നൽകാത്തത് പൂരപ്രേമികളെ നിരാശയിലാക്കി.